ഹായ് ഫ്രണ്ട്സ്, ജെനീസ് ഫ്ലോയിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് തയ്യാറാക്കുന്നത് പെസകാപ്പവും പാലുമാണ്. അപ്പോൾ ഞാൻ പത്തനംതിട്ട ജില്ലയിലാണ് ജനിച്ചു വളർന്നത്. ഞാനൊരു ഓർത്തഡോക്സ് വിഭാഗത്തിൽപ്പെട്ട ആളായിരുന്നു. അപ്പോൾ ഞങ്ങളിവിടെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്, ഞാൻ ചെറുപ്പകാലത്തേക്ക് അമ്മ തയ്യാറാക്കിയിരിക്കുന്നത് വട്ടയപ്പമാണ്. അത് നമ്മൾ സാധാരണ പോലെ മാവൊക്കെ പുളിപ്പിച്ച് തയ്യാറാക്കുന്ന സാധനമാണ്. അപ്പോൾ സ്ഥിരമായിട്ട് നമ്മൾ ഉണ്ടാക്കാറുള്ള മധുരമുള്ള വട്ടയപ്പവും മധുരം ഇല്ലാത്ത വട്ടയപ്പവും ഒക്കെ നമ്മൾ തയ്യാറാക്കാറുണ്ട്. പക്ഷെ ഞാൻ കല്യാണം കഴിഞ്ഞ് കോട്ടയത്തേക്ക് വന്നപ്പോഴും അതോടനുബന്ധിച്ചുള്ള ഒരു വിശ്വാസത്തിൽ തന്നെയാണ് ഞാൻ വന്നത്. പക്ഷെ ഞങ്ങളുടെ നെയ്ബേഴ്സായിട്ടുള്ള ആൾക്കാരൊക്കെ ഈ റോമൻ കാത്തലിക് വിഭാഗത്തിൽ പെടുന്ന ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ അവർ ഞങ്ങൾക്ക് പെസകാടെന്ന് തന്നിരുന്ന അപ്പമാണ് ഈ പെസകാപ്പവും പാലും. അത് എനിക്ക് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഇന്ന് ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ മുകളിൽ നമ്മൾ ഈ നൊയമ്പോട് കൂടിയൊക്കെ ചെയ്യുമ്പം ഈ കുരുത്തോലയുടെയൊക്കെ ഇത് വെച്ച് ഒരു കുരിശിൻ്റെ രൂപമൊക്കെ വെക്കാറുണ്ട്. പക്ഷേ എൻ്റെ കയ്യിൽ അതില്ലാത്ത കാരണം ഞാൻ വെച്ചിട്ടില്ല. ഞാൻ സിമ്പിളായിട്ട് അപ്പവും പാലും തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ നോക്കുക അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന്. അപ്പോൾ എപ്പോഴും പറയുന്നതിൻ്റെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ വരുന്ന ബെല്ലൈക്കണം ഒന്നില്ലെങ്കിൽ ക്ലിക്ക് ചെയ്ത് വെച്ചാൽ ഫ്യൂച്ചറിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. അപ്പം തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ റേഷൻ പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. 2 കപ്പ് വെള്ളത്തിലിട്ട് ഒരു 4 മണിക്കൂർ കുതിർത്ത് കഴുകി വാരി വെള്ളമൊക്കെ കളഞ്ഞിട്ട് വെച്ചിരിക്കുന്നതാണ്. മിക്സിയുടെ ജാറിലേക്ക് അതിട്ട് കൊടുക്കാം. ഇതിൽ അരിയും ഉഴുന്നും കൂടെ ആദ്യമേ ഒന്ന് അരച്ചെടുക്കണം, അതിനു വേണ്ടിയാണ്. അപ്പം മിക്സിയുടെ ജാറിലേക്ക് അരി മൊത്തം ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഉഴുന്നാണ്. ഉഴുന്ന് വളരെ കുറച്ച് മതി. ഞാനിവിടെ ഒരു 2 കപ്പ് അരിക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ഉഴുന്നാണ് വെള്ളത്തിൽ ഇതേപോലെ കുതിർത്ത് കഴുകി വാരിയെടുത്തിരിക്കുന്നതാണ്. ഇതോടെ ഈ അരിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ക്വാണ്ടിറ്റി കൂടുതലാണെന്നുണ്ടെങ്കിൽ അരി ഉഴുന്നും സെപ്പറേറ്റ് ഇട്ടിട്ട് സെപ്പറേറ്റ് തന്നെ അരച്ചെടുത്താലും മതി. അപ്പം ഉഴുന്നും അരിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ അരി അരച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാനൊരു 3/4 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അരി ഉഴുന്ന് നന്നായിട്ട് അരയണം. അപ്പോൾ അതിനനുസരിച്ച് ഇനി ആവശ്യമെങ്കിൽ പിന്നെ ചേർത്തിട്ട് അരച്ചെടുത്താൽ മതി. ഇപ്പം ഞാൻ ഈ അരി ഉഴുന്ന് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് മാറ്റി വെക്കാം. ഇനി മിക്സിയുടെ ജാർ എടുത്തിട്ട് ഇതിലേക്ക് ഒരു 5-8 ചെറിയ ഉള്ളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. സവാള ചേർക്കരുത്, ചെറിയ ഉള്ളി മാത്രം എടുത്തിട്ട് വൃത്തിയാക്കി കഴുകിയെടുത്തിട്ടുണ്ട്. അത് ചേർത്ത് കൊടുക്കാം. വലിപ്പമുള്ളതാണെങ്കിൽ ഒരു 3-4 എണ്ണം മതി. വെളുത്തുള്ളി അതേപോലെ ചെറിയതായതുകൊണ്ട് ഒരു 4-5 എണ്ണം എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1.5 ടീസ്പൂൺ നല്ല ജീരകമാണ് ചേർക്കുന്നത്. ഇനി അതോടൊപ്പം തന്നെ 2 കപ്പ് തേങ്ങ ചിരകിയതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതോടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ഒന്ന് ചതഞ്ഞ് കിട്ടിയാൽ മതി. വളരെ കുറച്ചൊരു 1.5 ടേബിൾ സ്പൂൺ വെള്ളം ഞാനിപ്പോൾ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. നന്നായിട്ടൊന്ന് ചതച്ചെടുത്താൽ മതി. ആ ഉള്ളിയും ജീരകമൊക്കെ ഒന്ന് അരഞ്ഞ് കിട്ടിയാൽ മതി. തേങ്ങയൊക്കെ നന്നായിട്ടൊന്ന് ചതഞ്ഞിട്ടുണ്ട്. തേങ്ങ നമുക്ക് അപ്പത്തിൽ കടിക്കാൻ കിട്ടുന്ന ആ രീതിയിലാണ് അരച്ചെടുക്കുന്നത്. അല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കണ്ട. അപ്പോൾ ഇനി അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പൂടെ ചേർക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഉപ്പൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ പുളിക്കാതാണ് ഇപ്പം തന്നെ തയ്യാറാക്കിയെടുക്കുന്ന അപ്പമാണ്. അപ്പം ആ ഉപ്പൂടെ ചേർത്ത് കലക്കിയെടുക്കാം. ഇനി ഞാൻ ഇതൊരു ബേക്ക് ടിന്നിലേക്കാണ് ഒഴിച്ചതൊന്ന് പുഴുങ്ങിയെടുക്കുന്നത്. അതിനുവേണ്ടി കേക്ക് ടിന്നെടുത്തിട്ട് അത് ഒന്ന് ഓയിലൊക്കെ തേച്ച് നന്നായിട്ടൊന്ന് എടുക്കുക. ഇത് പെട്ടെന്ന് ഇളകി കിട്ടാൻ വേണ്ടിയാണ് ഓയിലൊഴിച്ച് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന മാവ് മുഴുവനും ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിൽ പാത്രത്തിലൊരു 3/4 ഭാഗത്തോളം നമ്മൾ മാവ് ഒഴിച്ചാൽ മതി. ഇത് ഒരെണ്ണമായിട്ട് ഉണ്ടാക്കിയെടുക്കാനുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇത് മൊത്തം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് പുഴുങ്ങിയെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുവേണ്ടി ഞാൻ അപ്പച്ചെമ്പിൽ വെള്ളം വെച്ചിട്ടുണ്ട്. തട്ട് വെച്ചതിന് ശേഷം അതിന് മുകളിൽ വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് പുഴുങ്ങിയെടുക്കാം. സ്റ്റീമർ ഉണ്ടെങ്കിൽ സ്റ്റീമറിൽ വെച്ച് തന്നെ ഇത് പുഴുങ്ങിയെടുത്താലും മതി. ഇനി ഒരു 10-15 മിനിറ്റ് നേരം ഇതൊന്ന് വേകാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് ഇപ്പോൾ ആയിട്ടുണ്ട്. ഒരു 15 മിനിറ്റ് നേരം കഴിഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ നന്നായിട്ട് ആയിട്ടുണ്ട്. ഇതൊരു സ്ക്വയർ വെച്ചിട്ട് ഒന്ന് കുത്തി നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒട്ടിപ്പിടിക്കാതെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതുകൊണ്ട് ഇത് തീ ഓഫ് ചെയ്ത് മാറ്റി വെക്കാൻ തണുക്കട്ട് അവിടെ ഇരുന്ന്. ഇനി ഇതിന് വേണ്ടി ശർക്കരയാണ് പാന് നമുക്ക് തയ്യാറാക്കാൻ വേണ്ടി ആവശ്യമുള്ളത്. ഞാനിത് ചീകി എടുത്തിട്ടുണ്ട്. 150 ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട്. ശർക്കര വേണമെങ്കിൽ നമുക്ക് ഉരുക്കിയെടുക്കാം. പക്ഷെ ഉരുക്കിയെടുക്കുമ്പോൾ വേറൊരു ടേസ്റ്റ് ആയിരിക്കണം. ശർക്കര ചീകി എടുത്തതിന് ശേഷം വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നത്.
ഇനി കല്ലും കട്ടയൊന്നും ഇല്ലാത്തതാണെന്നുണ്ടെങ്കിൽ അങ്ങ് നേരിട്ട് നമുക്ക് ചേർക്കാവുന്നതാണ്, അല്ലെങ്കിൽ അരിച്ചെടുക്കാം. പിന്നെ എടുക്കുന്ന ശർക്കരയുടെ കളറിനനുസരിച്ചിരിക്കും നമ്മൾ പാനി തയ്യാറാക്കി എടുക്കുമ്പോൾ അതിൻ്റെ കളറും. ഇനി തേങ്ങാപ്പാലാണ് ആവശ്യമുള്ളത്. ഞാനൊരു അരമുറി തേങ്ങ ചിരകിയെടുത്ത് അതിലൊരു 3.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് പിഴിഞ്ഞെടുത്തിരിക്കുന്ന തേങ്ങാപ്പാലാണ്. ഒന്നാം പാൽ മാത്രമാണിത്. അതൊരു 2.5 കപ്പ് തേങ്ങാപ്പാൽ കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ശർക്കര ഇപ്പം നന്നായിട്ട് ഉരുകി കിട്ടിയിട്ടുണ്ട്. ഉരുകിയല്ല, അത് അലിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അത് അരിച്ച് നമുക്ക് ചേർക്കാം. ഇതിനകത്ത് കുറച്ച് കട്ടയൊക്കെ ഉള്ളത് തോന്നുന്നുണ്ട്, അതപ്പോൾ അരിച്ചാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ ഈ പാനി ഒന്ന് കുറുക്കിയെടുക്കുമ്പോൾ അതൊന്ന് കുറുകി കിട്ടാൻ വേണ്ടി ഇതിലേക്ക് കുറച്ച് അരിപ്പൊടിയൂടെ ചേർക്കണം. ഞാനിവിടെ വറുത്ത അരിപ്പൊടി തന്നെയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി എടുത്തിട്ട് വെള്ളം ചേർത്തിട്ട് കട്ടയൊന്നും ഇല്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം ഈ അരിപ്പൊടിയുടെ നമ്മൾ ഈ തേങ്ങാപ്പാലും ശർക്കരയും കൂടി ചേർത്ത് വെച്ചിരിക്കുന്നതിന് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് അടുപ്പ വെച്ച് നന്നായിട്ട് കുറുക്കിയെടുക്കുകയാണ് ഇനി ചെയ്യുന്നത്. ലേശം ഉപ്പൂടെ ആ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഉപ്പൂടിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷം അടുപ്പ് കത്തിച്ച് ഇത് അടുപ്പിലേക്ക് മാറ്റാവുന്നതാണ്. അപ്പം ഞാനിത് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇനി ഇത് കുറുക്കിയെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് കാര്യങ്ങളൂടെ ചേർക്കാനുണ്ട്. അപ്പം ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ ചുക്ക്, ഏലക്ക, നല്ല ജീരകം ഇതെല്ലാം കൂടെ പൊടിച്ചത് ഞാൻ 1 ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട്. അത് പൊടിച്ചത് എല്ലാം കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതും ചേർത്ത് നന്നായിട്ട് ഇത് പാനി ഒന്ന് കുറുക്കിയെടുത്താൽ മതി. അതിന് ശേഷം നമുക്ക് വാങ്ങി വെക്കാവുന്നതാണ്. അപ്പം ഇതിപ്പം റെഡി ആയിട്ടുണ്ട്. പാനി നന്നായിട്ട് കുറുകിയിട്ടുണ്ട്. പിന്നെ കുറച്ചുകൂടെ തണുത്ത് കഴിയുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് കുറുകി വരും. അപ്പോൾ അതനുസരിച്ച് നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പെസഹാപ്പവും പാലുമാണ്. അപ്പോൾ ഇത് റോമൻ കാത്തലിക്കൊക്കെയുള്ള ഒരു സഭയുടെ ഒരു വിശ്വാസം അനുസരിച്ച് അവർ ചെയ്യുന്നതാണ്. ഇത് ഭയഭക്തി ബഹുമാനത്തോടുകൂടിയൊക്കെ ചെയ്യുന്നതാണ്. പിന്നെ ഇതിൻ്റെ മുകളിൽ ഈ പാനിക്കകത്തിലും ഈ അപ്പം തയ്യാറാക്കുമ്പോഴൊക്കെ കുരിശടയാളം വെക്കാറുണ്ട്. പക്ഷേ എൻ്റെ അത് ഓലയൊന്നും കിട്ടാത്തതുകൊണ്ട് ഞാൻ വെച്ചിട്ടില്ല എന്നുള്ളതേ ഉള്ളൂ. ഇതിന് മുകളിൽ നമ്മൾ നോയമ്പൊക്കെ എടുത്ത് ചെയ്യുമ്പോൾ അങ്ങനെയൊക്കെ വെക്കുക. അപ്പോൾ ഞാൻ ഒന്ന് എല്ലാവർക്കും മനസ്സിലാകാൻ വേണ്ടി ചെയ്തെടുക്കുന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ല. മറ്റൊരു വീഡിയോയുമായി കാണും വരെ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.